ഹായ് ഓൾ, ഈ ഗവ് കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് കെ-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഇനി മുതൽ നമ്മുടെ എല്ലാ സർവീസുകളും ഓൺലൈൻ സിസ്റ്റത്തിലോട്ട് ഈ 2024 ജനുവരി തൊട്ടിട്ട് കേരള ഗവൺമെൻറ് മാറ്റുകയും ഇൻഫർമേഷൻ കേരള മിഷൻ അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും കെ-സ്മാർട്ട് എന്ന രീതിയിൽ അതിനെ പുറത്തിറക്കുകയും ചെയ്തു. കെ-സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും kesmart.lsgkerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയും നമുക്ക് ഈ സർവീസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. എന്തെല്ലാം സർവീസുകളാണ് നമ്മുടെ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ വരുന്നത് നോക്കാം. നമുക്ക് ജനന മരണ രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ, ഇതുമായി ബന്ധപ്പെട്ട കറക്ഷൻസ്, ജനന സർട്ടിഫിക്കറ്റിലുള്ള ചൈൽഡിൻ്റെ നെയിം ഇൻക്ലൂഷൻ, നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ബിൽഡിംഗ് ലൈസൻസ് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എല്ലാ സേവനങ്ങളും ഓൺലൈൻ സിസ്റ്റത്തിലോട്ട് മാറ്റുന്ന പുതിയ സംവിധാനമാണ് കെ-സ്മാർട്ട്. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ പദ്ധതി ജനങ്ങൾക്ക് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ സ്വന്തമായോ അതല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നിങ്ങൾക്ക് ഈ സർവീസുകൾ അവൈലബിളാണ്. അപ്പോൾ ഇത് എങ്ങനെ സ്വന്തമായി തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഈ കേരള നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങൾക്ക് വേണ്ടത് മൊബൈൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ആധാർ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കെ-സ്മാർട്ടിൻ്റെ വെബ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ kesmart.lsg.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ രജിസ്റ്റർ എന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി വരുന്ന വിൻഡോകൾ എങ്ങനെയാണ്. ഇതിൽ നിങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റൊക്കെയാണ് ആദ്യം സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാനുള്ള ആ സർട്ടിഫിക്കറ്റ് മാത്രം എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റാണോ വേണ്ടത്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ലിങ്കാണിത്. ജസ്റ്റ് ക്വിക്ക് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ രണ്ട് രീതിയിലാണ്, സ്മാർട്ട് സെർച്ച്, അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറഞ്ഞ രണ്ട് രീതികളാണുള്ളത്. സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറോ അതല്ലെങ്കിൽ ഇത് ചെയ്തപ്പോൾ രജിസ്ട്രേഷൻ നമ്പറോ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. ഇനി അതെല്ലാം നമുക്കിതൊന്നും അറിയില്ല, നമ്മുടെ പേരും ഡേറ്റും മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് നിലവിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാത്രമാണ് നമ്മുടെ കെ-സ്മാർട്ട് എന്ന സംവിധാനത്തിൽ വന്നിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ ILGM പോർട്ടൽ വഴി തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, ദെൻ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്യുന്നു. ഞാൻ അവിടെ നമ്മുടെ ഏത് മുനിസിപ്പാലിറ്റിയാണെന്ന് സെലക്ട് ചെയ്യുന്നു. അവിടെ ജെൻഡർ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡേറ്റിലാണോ ആ കുട്ടി ജനിച്ചിട്ടുള്ള കുട്ടി ചെയ്യുന്നു. ആ കുട്ടിയുടെ അമ്മയുടെ പേര് നമ്മൾ സെലക്ട് ചെയ്തോളുന്നു. ദെൻ സെർച്ച് എന്ന് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റുകയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ രജിസ്റ്റർ ഹോം പേജിൽ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ആധാർ ബേസ് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം.
അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ ലോഗിൻസും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടില്ല. ഭാവിയിൽ നമ്മളത് മറന്നു പോയാലും നമുക്ക് റിട്രീവ് ചെയ്യാൻ സുഖമായിരിക്കും. ഇനി ആധാർ നമ്പർ മൊബൈലും ലിങ്ക് അല്ലാത്ത ആളുകൾക്ക് വേറൊരു മെത്തേഡിലും ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ്സ്. അവിടെ നിങ്ങൾ ഏത് ഡോക്യുമെൻറ്റ്സും ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ ഡോക്യുമെൻറ്റ്സ് ഇപ്പം നിലവിൽ പാൻ കാർഡും ആധാർ കാർഡുമാണ് പറയുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ലൈസൻസും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ആയി വരും. ദെൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് നമ്പർ, ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ആ മൊബൈൽ നമ്പറിലോട്ട് OTP വരും, നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുക. ജസ്റ്റ് ആധാർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് OTP വരും, നിങ്ങളുടെ മൊബൈലിലോട്ട് OTP വരും. നമ്മൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. നമ്മുടെ ആധാറിലുള്ള പേര് അതേപോലെ വരും. നമ്മളത് രജിസ്റ്റർ എന്ന് കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ K-Smart അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതാണ് പറയുന്നത്. അവിടെ നമ്മൾ വീണ്ടും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ OTP ഒന്നുകൂടെ കൊടുക്കുക. OTP കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും. വാട്സപ്പ് നമ്പർ ഒക്കെ മാൻഡേറ്ററി ആണ്. ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതുള്ള ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് നമ്പറോ ഇമെയിൽ ID ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആധാർ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ OTP കൊടുത്ത് നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. നിലവിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും കാണിക്കുന്നില്ല. ദെൻ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരു സർവീസാണ് ആവശ്യമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിവിൽ രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെ സർവീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ കാണിക്കും. സിവിൽ രജിസ്ട്രേഷൻ, ദെൻ പ്രോപ്പർട്ടി ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻസ്, ബിൽഡിംഗ് പെർമിഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു സർവീസ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ സിവിൽ രജിസ്ട്രേഷനിൽ ബർത്ത് സർവീസസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഞാൻ ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. ഇവിടെ ഡെത്ത് റിലേറ്റഡ് സർവീസുകളുണ്ട്. ഡെത്ത് രജിസ്ട്രേഷൻ, ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ ക്വിക്ക് സെർച്ചിലും പറഞ്ഞു ഇവിടെയുണ്ട്. ഇനി ബർത്ത് സർവീസിൽ ബർത്ത് രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ന്യൂ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണോ, അതായത് ചൈൽഡ് നെയിം, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ അത് ചെയ്ത് കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ബർത്ത് ഇൻക്ലൂഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബർത്ത് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ബർത്ത് നെയിം, ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേരിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താനോ അതല്ലെങ്കിൽ നെയിം ഇൻക്ലൂഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബർത്ത് കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അല്ലെങ്കിൽ ബർത്ത് കറക്ഷൻ ഓർ നെയിം ഇൻക്ലൂഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്മാർട്ട് സെർച്ചും ഉണ്ട്, അഡ്വാൻസ് സെർച്ചും ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അഡ്വാൻസ് സെർച്ച് എടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുക. സെർച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫെച്ചഡ് സക്സസ്ഫുൾ. കറക്റ്റ് ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ ഫെച്ച് ആയിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ കാണിക്കും. അവിടെ നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് നമുക്ക് ഇത് ചെയ്യുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കും. അതേപോലെ നമ്മുടെ
ഇൻസ്ട്രക്ഷൻസ് നെയിം ഇൻക്ലൂഷന് അല്ലെങ്കിൽ കറക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ കൺസേൺ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്, ആരാണ് അപ്ലൈ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മദറോ ഫാദറോ ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ്, അവരാരാണ്, റിലേഷൻ എന്താണ്, ആളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളവർക്ക് മദർ എന്ന് സെലക്ട് ചെയ്തൊന്നു. പിക്ക് ഫ്രം ലോഗിൻ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ അപ്ലിക്കൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ചെയ്യുന്നത്, മദറാണോ ഫാദറാണോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സെൽഫ് ആണെങ്കിൽ സെൽഫ്, ഗാർഡിയൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ലോഗിൻ തന്നെ പിക്ക് ചെയ്യണം. പിക്ക് ഫ്രം ലോഗിൻ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരും. ദെൻ പ്രൊസീഡ് എന്നാണ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബർത്ത് കറക്ഷനുമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, എന്താണ് കറക്ഷൻ ചെയ്യാനുള്ളത്, ഏത് കറക്ഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്കിവിടെ നെയിം ഇൻക്ലൂഷനാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആധാർ ഇൻക്ലൂഷൻ ആണെങ്കിൽ ആധാർ ഇൻക്ലൂഷന്, സെക്സ് ഇൻക്ലൂഷൻ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസൊക്കെ ആധാർ ഇൻക്ലൂഷന്, സെക്സ് ഇൻക്ലൂഷന്, ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഷൻ, ഈ ഒരു ഫീച്ചറൊക്കെ നിലവിൽ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആവുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാരണം ഇത് സൈറ്റ് ഡെവലപ്പിംഗ് സ്റ്റേജിലും കൂടിയാണ്. ആ ഫ്യൂച്ചേഴ്സൊക്കെ ഉടനെ വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നെയിം ഇൻക്ലൂഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെയിം ഇൻക്ലൂഷനിൽ ക്ലിക്ക് ചെയ്യുക. നെയിം ഇൻക്ലൂഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് പറയും അറ്റാച്ച്മെൻറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ആൻഡ് യു ക്യാൻ പ്രൊസീഡ് വിത്ത് നെയിം ഇൻക്ലൂഷൻ. നമുക്ക് അറ്റാച്ച്മെൻ്റ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചൈൽഡിൻ്റെ പേര് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ചൈൽഡിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിമൊക്കെ എൻ്റർ ചെയ്യുക. അത് മലയാളത്തിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ സേവ് ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട്, പേര് കറക്റ്റായിട്ടാണ് ശരി ചെയ്തെന്ന് നോക്കണം. കാരണം പിന്നീട് നമുക്കതിൽ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാത്രമാണ് ഇപ്പോൾ അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കും. ആ പ്രിവ്യൂ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ലസീം ജഹാൻ നമ്മുടെ പേര് എൻ്റർ ചെയ്തത് കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രിവ്യൂ, ഇപ്പോൾ നിലവിലുള്ള പ്രിവ്യൂ, അവിടെ ഉള്ള പ്രിവ്യൂവും കറക്റ്റാണോ നോക്കുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മുടെ പേര്, ഫാദർ നെയിം, മദർ നെയിം ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ ഓക്കെ ആണെങ്കിൽ ഐ അഗ്രി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ അവിടെ കൊടുക്കും. അത് നമ്മൾ സെൻഡ് കൊടുക്കുക. ഈ സെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. OTP കൊടുക്കുക. OTP എൻ്റർ ചെയ്യുക. OTP കൊടുത്തതിന് ശേഷം ഇവിടെ ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കൺസേൺ നമ്മൾ ഓക്കെ ആയി ഈ സബ്മിറ്റ് ചെയ്തു. ഇതിനിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടും. അക്നോളജ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെയിം ഇൻക്ലൂഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിന് മുകളിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതേപോലെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. ഇതാണ് നെയിം ഇൻക്ലൂഷനിൽ ചെയ്യാത്തത്. ഇതൻ നമ്മൾ വീണ്ടും നമ്മുടെ ഹോം പേജിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മൈ അപ്ലിക്കേഷൻസിൽ ഒരു അപ്ലിക്കേഷൻ നമ്മളുടെ ഇവിടെ പെൻഡിങ് ആയിട്ട് കാണിക്കുന്നത്. ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് എടുക്കുന്നത്. അതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുകയും നമുക്ക് അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള നെയിം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡായി കിട്ടുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്റ്റേജിലും നമുക്ക് അതിൻ്റെ മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ അത് വാട്സപ്പിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അവൈലബിൾ അവർ അയച്ചു തരികയും ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം നമുക്ക് വാട്സപ്പിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ നെയിം ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കെസ്മാർട്ട് ആപ്പിൽ ചെയ്യാനുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോ സർവീസുകളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഡെത്ത് സർവീസസും മാരേജ് സർവീസസൊക്കെ നമുക്ക് അക്ഷയകളിലോ അതല്ലെങ്കിൽ മറ്റു
ഓൺലൈൻ സ്ഥാപനങ്ങളെ പോവാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്വമേധയാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പ്രോപ്പർട്ടി ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോപ്പർട്ടി ടാക്സ് അടക്കുന്ന കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സൈറ്റ് ഇപ്പോഴും അണ്ടർ മെയിൻ്റെനൻസ് കൺസ്ട്രക്ഷൻസിലാണ്. അതിലൊരുപാട് ഓപ്ഷൻസ് ഇനിയും വരാനുണ്ട്. പല ഓപ്ഷൻസും ഇപ്പോൾ നിലവിൽ എനേബിൾ ആയിട്ടില്ല. അപ്പോൾ ഉടനെ ആ ഓപ്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി സ്മാർട്ടിൻ്റെ തന്നെ അടുത്ത വീഡിയോയും നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.